സൂക്ഷിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ വിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെടുമ്പോൾ സാഗൂതം വീക്ഷിച്ചിരിക്കുന്ന ശ്രദ്ധയോടുകൂടി ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല, ചില വിഷയങ്ങൾ മനസ്സിലാകണമെന്നില്ല. പക്ഷേ നമ്മുടെ ഹൃദയം അതിനോട് വല്ലാതെ മഹബ്ബത്തുണ്ടായിട്ട് എന്റെ ഹബീബിന്റെ മജ്ലിസാണല്ലോ, മഹഫിലെ മദീന, മദീനയുടെ മജ്ലിസാണല്ലോ ഇത് എന്ന ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഈ മജ്ലിസിൽ ഞാൻ സമയം ചെലവഴിക്കുമെന്ന് തീരുമാനിച്ചാൽ അത് മതിയാകും ഈമാനിന്റെ വർധനവുണ്ടാകാൻ. നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഈമാൻ വർദ്ധിക്കുക എന്നുള്ളതാണ്, ഈമാൻ സലാമത്താവുക. നമ്മുടെ ദുആഇന്റെ വസിയ്യത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഖിബത്ത് എന്നാണ്. ഈമാൻ സലാമത്താകണം. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉച്ചരിച്ച് ഇവിടുന്ന് സന്തോഷത്തോടുകൂടി നമുക്ക് യാത്രയാവണം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു അത്തരത്തിൽ നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ തൃപ്തിയോടുകൂടി ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി തന്നെ സ്നേഹിക്കേണ്ടതാണ്. ആദരവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരുപറ്റം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇങ്ങനെ ഓടി വരികയാണ്. കാരണം എന്തെന്നറിയുമോ? ഇസ്റാ മിഅ്റാജിലേക്ക് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. ഒരു രാത്രി കൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുകയും അതിനുശേഷം തിരിച്ചു വരികയും ചെയ്തതായ വിഷയം ജനങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വല്ലാത്ത താല്പര്യമായി, വല്ലാത്ത ഗുണമായി. എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദിനോട് വല്ലാത്ത മുഹബ്ബത്താണ്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജീവനാണ്. ആ മുഹമ്മദിനോടുള്ളതായ ഇഷ്ടം കുറയ്ക്കണം. ഇതൊരവസരമാണ്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ആകാശയാത്ര നടത്തി അല്ലാഹുവിനെ കണ്ടുമുട്ടി ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതൊരവസരമാണല്ലോ. ഒറ്റ രാത്രി കൊണ്ട് ആകാശയാത്ര നടത്തുക, അല്ലാഹുവിനെ കണ്ടുമുട്ടുക, തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇത് പച്ചക്കള്ളമാകാനാണല്ലോ സാധ്യത എന്ന് കരുതിക്കൊണ്ട് വല്ലാത്ത ആശ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ, നീ കേട്ടുവോ? എന്താണ് മുഹമ്മദ് പറഞ്ഞതെന്ന് നീ കേട്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് പറയുന്നു, ഒരു രാത്രി കൊണ്ട് അല്ലാഹുവിനെ കണ്ടു തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദിനോട് നീ എതിർപ്പ് പ്രകടിപ്പിക്കണം, ശത്രുത പ്രകടിപ്പിക്കണം, കളവ് പ്രചരിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിൽ ഞാൻ വിശ്വസിച്ചു. മുഹമ്മദ് അങ്ങനെ പറഞ്ഞു, ശത്രുക്കളാണ് വന്നു പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന നാമകരണം നടത്തപ്പെട്ടത്. ഇതാണ് വിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാമി യുക്തിയുടെ പുറകെ പോവുകയാണ് ആളുകൾ. അത് യുക്തിയല്ലല്ലോ, അങ്ങനെ ആയാൽ ഇങ്ങനെ ആയില്ലല്ലോ. ഇങ്ങനെ എന്തുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്? അങ്ങനെ ആയാലും ശരിയാവില്ല, ഇങ്ങനെ ആയാലും ശരിയാവും. ഒരു മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കണ്ടേ, ഇഷ്ടം പോലെ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ, അല്ലെ അങ്ങനെ വേണ്ടേ എന്നൊക്കെ
അനന്തരാവകാശ